വേനൽ കടുത്തത്തോടെ ചുട്ടുപൊള്ളുകയാണ് വയനാട്. കഴിഞ്ഞ ഒരാഴ്ചയായി 30 ഡിഗ്രി സെൽഷ്യസിനടുത്താണ് ജില്ലയിലെ ശരാശരി താപനില. ഈ നില തുടർന്നാൽ വരൾച്ചയ്ക്ക് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ജനുവരി 1 മുതൽ ഫെബ്രുവരി 6 വരെ സംസ്ഥാനത്ത് മഴ ലഭിക്കാത്ത ഏക ജില്ലയാണ് വയനാട്. സാധാരണ മാർച്ച് പകുതിയോടെ രേഖപ്പെടുത്തുന്ന താപനിലയാണ് ഇപ്പോഴുള്ളത്. ഫെബ്രുവരിയുടെ തുടക്കത്തിൽ തന്നെ ചിലയിടങ്ങളിൽ താപനില 32 ഡിഗ്രി സെൽഷ്യസിലെത്തി. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കാലാവസ്ഥാ ബുള്ളറ്റിൻ പ്രകാരം ജില്ലയിൽ വരും ദിവസങ്ങളിലും 32 ഡിഗ്രി ചൂട് അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. സാധാരണഗതിയിൽ നമുക്കൊരു 5-8 വർഷം മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 28, 29 അല്ലെങ്കിൽ 30 ഡിഗ്രി വരെയൊക്കെ വരാറുള്ളൂ. ചില ദിവസങ്ങളിൽ മാത്രമേ കൂടാറുള്ളൂ. പക്ഷെ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 32, 33 ആണ് നമുക്ക് എല്ലാ ദിവസവും ടെമ്പറേച്ചർ കിട്ടുന്നത്. ബത്തേരി ഒരു ദിവസം 36 ഡിഗ്രി വരെ കൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹീറ്റ് വേവ് ഉണ്ടായിട്ടുള്ള ദിവസങ്ങളിൽ. അപ്പം നമ്മൾ വളരെ കരുതലോട് കൂടി ഇരിക്കേണ്ട ഒരു സമയമാണ്. മാത്രമല്ല ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. സമ്മർ ഇനിയിപ്പം മാർച്ച്, ഏപ്രിൽ, മെയ് മാസം നമുക്ക് 3 മാസം സമ്മറാണ്. അപ്പോൾ ഇനിയിപ്പം വരും മാസങ്ങളിൽ ടെമ്പറേച്ചർ ഇതിനേക്കാളും കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഉച്ചസമയങ്ങളിൽ അസഹ്യമായ ചൂടും രാത്രികാലങ്ങളിൽ കഠിനമായ തണുപ്പുമാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കടുത്ത ചൂടിലേക്ക് വയനാട് നീങ്ങുമെന്ന സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്നത്. ചൂട് കൂടിയതോടെ ജില്ലയിലെ ജലാശയങ്ങളിൽ നീരൊഴുക്ക് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് കാർഷിക മേഖലയെയും സാരമായി ബാധിച്ചതോടെ കർഷകരും പ്രതിസന്ധിയിലാണ്. ന്യൂസ് മലയാളം, വയനാട്.